ഹായ്, വെൽക്കം ടു CC Plus. അപ്പം നമ്മുടെ പൊളിറ്റിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇ ഗവേണൻസ്. പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും, പക്ഷെ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങളാണ് ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ. ഇ എന്ന വേർഡ് ഇ എന്ന ലെറ്റർ കാണുമ്പോൾ, ഇ എന്ന് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെന്തോ ഇൻ്റർനെറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് തരുന്ന സർവീസസ് ഒക്കെ നമുക്ക് ത്രൂ ഇൻ്റർനെറ്റ് നമുക്ക് ലഭ്യമാവുന്നു. അപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളായതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങളുടെ പേരൻസിന് അറിയാം. പണ്ടൊരു ഇൻകം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനായി നമ്മൾ വില്ലേജ് ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം മക്കളുടെ സ്കോളർഷിപ്പ് ആവശ്യത്തിന് വേണ്ടി ചിലപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് സ്കൂളിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ആകാനായി അപ്പോൾ നമ്മൾ അതിനെ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പം വില്ലേജ് ഓഫീസർ ലീവായിരിക്കും. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പറ്റുമോ? ഇല്ല. വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മുടെ പേരന്റ് മടങ്ങി വരുന്നു, പിന്നെ എഗെയിൻ പോകുന്നു. അപ്പോൾ പല പ്രശ്നങ്ങൾ, ഇന്ന് ഡോക്യുമെന്റ് ഇല്ല, അപ്പോൾ ആ ഡോക്യുമെന്റ് കൊണ്ടുവരണം, അനദർ ഡോക്യുമെന്റ് കൊണ്ടുവരണം, അങ്ങനെ കുറേ ഡോക്യുമെന്റ്സ് കൊണ്ടുവരാൻ പറയുന്നു. അതൊക്കെ സബ്മിറ്റ് ചെയ്യുന്നു, അതിന്റെ പ്രോസസ്സൊക്കെ നടക്കുന്നു. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ പ്രിന്റഡ് ആപ്ലിക്കേഷൻ ഫോമിൽ എഴുതി തയ്യാറാക്കി കൊടുക്കണമായിരുന്നു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ ടൈം, അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസ് അല്ലേ, നമ്മൾ അവിടം വരെ എത്തണമെങ്കിൽ വണ്ടിക്കൂലി കൊടുക്കണം, ചിലപ്പം നമ്മുടെ പേരന്റിന്റെ ഒരു ദിവസത്തെ വർക്ക് കളയണം. അപ്പൊ അവിടെ നമുക്ക് ഫിനാൻസ് ബേർഡൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ടൈമിനെ അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ കുറെ, അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി മാനസിക ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമായിട്ടാണ് ഈ ഗവേണൻസ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ പോയിട്ടുണ്ടാവും അല്ലെ, ആധാറൊക്കെ ഉണ്ടാക്കാൻ, അതുപോലെ പാൻ കാർഡ്, മറ്റു പല നമ്മുടെ സർട്ടിഫിക്കറ്റ്സുകൾ ഉണ്ടാക്കാൻ, പിന്നെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനൊക്കെ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ CSC എന്ന് പറയുന്ന കോമൺ സർവീസ് സെന്റേഴ്സിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു അക്ഷയയിലൂടെയും അതുപോലെ തന്നെ കോമൺ സർവീസ് സെന്ററുകളിലൂടെയൊക്കെ നമ്മുടെ ഗവൺമെന്റിന്റെ സർവീസസിനായി നമ്മൾ അപ്ലൈ ചെയ്യുകയും ഇതുപോലെയുള്ള ഫിസിക്കൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് ഈസിയായി, ഇനിയിപ്പോൾ ഈ സെന്റേഴ്സിനൊന്നും പോയില്ലെങ്കിലും നമുക്ക് ഈ സാക്ഷരത ഉണ്ടെങ്കിൽ, ഈ സാക്ഷരത, ഈ ലിറ്ററസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു ബേസിക് എഡ്യൂക്കേഷൻ, ആ ഒരു അറിവ് നമുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് തന്നെ ഗവൺമെന്റിന്റെ സൈറ്റുകളിൽ പോയി നമുക്ക് അപ്ലൈ ചെയ്യാം. അവിടെ പറയുന്ന ഡോക്യുമെന്റ്സ് നമുക്ക് സ്കാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിതിൻ ഡേയ്സിനുള്ളിൽ എന്ത് കിട്ടും, നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ് കോപ്പിയായി നമ്മുടെ കൈകളിലേക്ക് എത്തും. അപ്പൊ ഈ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഫിസിക്കലായിട്ട് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ വില്ലേജ് ഓഫീസർ ലീവാന്ന് പറഞ്ഞു. അപ്പൊ ആ ദിവസം നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടില്ല, അഗെയിൻ പോകേണ്ടി വരും. ഈവൻ ഇപ്പം വില്ലേജ് ഓഫീസർക്ക് എന്തെങ്കിലും ഇൻ കേസ് ലീവ് ആണെങ്കിൽ തന്നെ ഇത് ഈ കോപ്പി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് തന്നെ ഈ സൈൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അദ്ദേഹം ലീവായാലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയ കാര്യങ്ങൾ, പിന്നെ ട്രാൻസ്പെറന്റ് ആണ് അല്ലെ, ഈ ഒരു സിസ്റ്റം കുറച്ചും കൂടി എവിഡന്റ് ആയി നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നത് കൊണ്ട് തന്നെ പരാതികൾ കൂടും. അപ്പോൾ കൃത്യമായി ഗവൺമെന്റ് ഒഫീഷ്യൽസ് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ കൂടുതൽ ഈസിയായി ഗവൺമെന്റിന്റെ സർവീസസ് ജനങ്ങളിലേക്ക് എത്തുന്നു. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെയാണ് ഈ ഗവേണൻസ് എന്ന് പറയാം. അപ്പൊ ഈ ഗവേണൻസിന് ഒത്തിരി മെറിറ്റ്സ് ഉണ്ട്, പിന്നെ അതിന് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അപ്പൊ ആ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതെന്താണ് ഈ ഗവേണൻസ് എന്നുള്ളതിന്റെ ഒരു ഷോർട്ടായിട്ട് നമ്മളൊരു സമ്മറി ആയിട്ട് പറഞ്ഞാണ്, ഇതാണ് ഈ ഗവേണൻസ്. ഇനി ഈ പ്രോസസ്സ് നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, ഇതിനകത്ത് കുറെ സിസ്റ്റം ഉണ്ട്, കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, കുറെ മെറിറ്റ്സ് ഉണ്ട്. പിന്നെ എന്തൊക്കെ മെറിറ്റ്സ് പറഞ്ഞാലും ചെറിയ ഡിമെറിറ്റ്സും കാണും. അപ്പൊ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് 4th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്കായാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 3 months കോഴ്സിൽ സാറ്റർഡേ സൺഡേ 1 hour ആയിരിക്കും ലൈവ് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് കൂടുതൽ ഇന്ററാക്റ്റീവായി രസകരമായി ആസ്വദിച്ച് പഠിക്കാം. അപ്പൊ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായി നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.